മുല്ലപ്പൂവില്ലാതെ എന്ത് ഓണം ലുക്കല്ലേ? എന്തായാലും ഓണം ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും മുല്ലപ്പൂ വേണം. അപ്പോൾ നമുക്ക് 1 രൂപയും കുറച്ച് ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് നമുക്ക് ഈ ഓണം ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ബഡ്സ്, അതായത് മുല്ലമുട്ടുമാല ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 രൂപയും കുറച്ച് ടിഷ്യൂ പേപ്പറും മതി കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച് ടിഷ്യൂ പേപ്പർ മതി. കുറച്ച് ശ്രദ്ധയും കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇതിന് ഫുൾ മേക്കിംഗ് വീഡിയോ ഞാൻ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കുറച്ച് സ്റ്റെപ്സ് അധികമുള്ള ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് വാട്ടർ പ്രൂഫും കൂടിയാണ്. ഇത് വെച്ച് നിങ്ങൾ മഴയത്തോ നടന്നാലും അതുപോലെ തന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ ആയി തന്നെ ഒന്നും ഇതിന് പറ്റില്ല കേട്ടോ. നമുക്കിത് റീയൂസും ചെയ്യാൻ പറ്റും. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതെന്ന് അറിയാമെങ്കിൽ കൂടി ഒറിജിനൽ അത്ര വരില്ലെങ്കിൽ നമുക്കിപ്പോൾ മുല്ലപ്പൂ കിട്ടാനില്ലാത്തവർക്ക്, അതുപോലെ തന്നെ ഈ സമയത്ത് മുല്ലപ്പൂവിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇപ്പോൾ ഈ ഒരു മുല്ലമുട്ടുമാല എന്തായാലും ഉപകരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസത്തെ ആവശ്യത്തിന് ഇത്രയും വില കൊടുത്ത് മുല്ലപ്പൂവൊക്കെ മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ വീഡിയോ കണ്ടു നോക്കണേ. കാരണം ഓരോ സ്റ്റെപ്സും കണ്ടാൽ മാത്രമേ ഇതിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് 1.5 മിനിറ്റ് ഷോർട്സിൽ നമുക്കിത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും ഞാനത് വെക്കും. കണ്ട് ഞാൻ ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാൻ മുല്ലപ്പൂ വെച്ചിട്ടാണ് പോകുക. കാരണം അവിടെ 5 രൂപയ്ക്കൊക്കെ കുറേ മുല്ലപ്പൂ കിട്ടുമല്ലോ. അവിടെ ഭയങ്കര റേറ്റ് കുറവല്ലേ. ഇത് നമുക്ക് സൂചി നൂലും വെച്ച് കോർത്തെടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം നമ്മളത് ഇത്തിരി അതിൻ്റെ തണ്ടിന് ഇത്തിരി കനമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കെട്ടിയെടുക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.